അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഹനീദ്, അതായത് നമ്മുടെ സ്പെഷ്യൽ ഹനീദ് മസാലയിലോട്ട് ചിക്കൻ പൊരിച്ചെടുത്ത് റൈസിലിട്ട് നന്നായി ദം ചെയ്തെടുക്കണ ഒരു യമനീഷ് ഡിഷ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ, വായോ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഹനീദ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുരുമുളക്, ജീരകം, പട്ട, കരയാമ്പൂ, ഏലക്ക, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ചേർത്ത് വറുത്ത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് നമ്മുടെ ഹനീദ് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് നമ്മുടെ സ്പെഷ്യൽ ഹനീദ് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 4 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ കൈ വെച്ചൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. യോജിപ്പിക്കുന്നത് നമുക്ക് വിലക്കുളൊക്കെ കൊണ്ടുവരണ്ടേ, നമ്മുടെ ട്രേഡ് മാർക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് അധികം വെച്ചിട്ട് വേണം ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കണത്. അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്തുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ സ്റ്റോക്ക് ഒന്ന് വേർതിരിച്ചെടുക്കാം. ഈ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കണത്. ഇനി നമുക്ക് നമ്മുടെ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ റൈസിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സബോള, തക്കാളി, ക്യാപ്സിക്കം ഒക്കെ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ ഒരു പോട്ടിലേക്ക് ഒഴിക്കുക. അതിലേക്ക് പട്ട, കരയാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ എന്തിനു പറയണ്ടേ എല്ലാവരും നേരത്തെ നമ്മൾ വേവിച്ച നമ്മുടെ ഈ ഓനിയനിലേക്കും തക്കാളിയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കണേ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തികയാത്തത് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും മല്ലിയിലയും ഇട്ടിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഹനീദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം മയോണൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്താലോ. അപ്പോൾ
അപ്പൊ നമ്മുടെ ചിക്കൻ ഹണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് നോക്കിയാലോ? അപ്പൊ നമുക്ക് രാഹുലിനെ ഒന്ന് വിളിക്കാം. രാഹുലേ, ടേസ്റ്റ് നോക്കണ ആള് ഞാൻ, ടേസ്റ്റ് നോക്കണ ആള് ഞാൻ. താങ്ക് യു. ടേസ്റ്റ് നോക്കാം. ചിക്കൻ ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മള് മന്തിയുടെയും അതിന്റെ ഒക്കെ ഒരു ഇടയിൽ നിൽക്കണ ഒരു ഇതുവരെ എനിക്ക് കഴിക്കാത്തൊരു പ്രത്യേക ടേസ്റ്റ്. ഞാനൊന്ന് നോക്കട്ടെ. മയണൈസ് കൂട്ടി വെച്ചോക്കെ. മയണൈസ് എനിക്ക് ഇഷ്ടമില്ല. മയണൈസ് ഇഷ്ടമില്ലെന്ന്. നല്ല സൂപ്പർ ആയിട്ടല്ലേ. ശരിക്കും ചിക്കൻ തോന്നുന്നില്ല അല്ലേ? സാധാരണ മട്ടൻ്റെ ഒരു ടേസ്റ്റ്, ശരിക്കും മന്തിയുടെ ഒരു ഫ്ലേവറും അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട്. തിന്നാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിന്ന് മരിക്കും. അപ്പം എത്രയും വേഗം വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് തിന്നാമായിരുന്നു. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് സൂപ്പറായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.